ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. സഭാ സമ്മേളനം അടുത്ത മാസം 2 വരെ. വിദ്യാഭ്യാസം, നൈപുണ്യം എന്നിവ സംബന്ധിച്ച് ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ 3ാം തവണയും കപ്പുയർത്തി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യ. ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയത് 96 റൺസിന്. കേന്ദ്ര യുവജന കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യുവ കണക്ട് പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. US ഇസ്രായേൽ സഖ്യം നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 10ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ച് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 2ാം തീയതി വരെയാണ് സഭ സമ്മേളിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ ഇന്ന് പരിഗണിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറിയെന്നാരോപിച്ച് പ്രതിപക്ഷം ലോക്സഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകിയിരുന്നു. പശ്ചിമേഷ്യൻ സാഹചര്യത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് സഭയിൽ പ്രസ്താവന നടത്തും. അതേസമയം രാജ്യസഭയിൽ പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കും. ജനുവരി 28-ന് ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13-നാണ് അവസാനിച്ചത്. ആദ്യഘട്ടത്തിൽ നന്ദിപ്രമേയ ചർച്ചയും കേന്ദ്ര ബജറ്റും സഭ പാസാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വിദ്യാഭ്യാസം, നൈപുണ്യം, സർവകലാശാല ടൌൺഷിപ്പുകൾ എന്നിവ സംബന്ധിച്ച് ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. വിദ്യാഭ്യാസവും നൈപുണ്യവും, ആരോഗ്യം, ആയുഷ്, വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സെഷനുകൾ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം, നൈപുണ്യം, ആനിമേഷൻ, ഗെയിമിംഗ് എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന സംരംഭങ്ങളെക്കുറിച്ച് വെബിനാർ ചർച്ച ചെയ്യും. വികസിത് ഭാരത് യുവ കണക്ട് പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 2047ഓടെ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ മേരാ യുവ ഭാരത് മൈ ഭാരതിന്റെ സഹായത്തോടെ കേന്ദ്ര യുവജന കായിക മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യതലസ്ഥാനത്തെ 35 കോളേജുകളിൽ നിന്ന് 10,000-ലേറെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി 3ാം വട്ടവും ലോകകപ്പ് കിരീടം നേടിയപ്പോൾ പുതുചരിത്രം എഴുതിയതിനൊപ്പം ചരിത്രം തിരുത്തുകയുമായിരുന്നു ടീം ഇന്ത്യ. 3 വട്ടം T20 ചാമ്പ്യന്മാരാകുന്ന ആദ്യ ടീം, അടുപ്പിച്ച് 2 വട്ടം കിരീടം നേടുന്ന ടീം, സ്വന്തം നാട്ടിൽ ഫൈനൽ ജയിച്ച ടീം എന്നിങ്ങനെ പോകുന്നു നേട്ടങ്ങൾ. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ 1.25 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ ആരാധകരെ സാക്ഷിയാക്കി സൂര്യകുമാർ യാദവും സംഘവും ഒരിക്കൽ കൂടി T20 കപ്പിൽ ത്രിവർണ്ണ പതാക പുതച്ചപ്പോൾ തുടർച്ചയായ മത്സരങ്ങളിൽ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ച മലയാളി താരം സഞ്ജു സാംസൺ ടൂർണമെന്റിന്റെ താരമായി. 4 ഓവറിൽ 15 റൺ മാത്രം വിട്ടുനൽകി 4 വിക്കറ്റും സ്വന്തമാക്കിയ ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്നലത്തെ കളിയിലെ താരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യ ഉയർത്തിയ 256 റൺസ് എന്ന വിജയലക്ഷ്യത്തിനു മുന്നിൽ പതറിയ ന്യൂസിലൻഡിന്റെ തുടക്കം തന്നെ പാടുകയായിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ കനപ്പെട്ട 3 വിക്കറ്റുകൾ നഷ്ടമായതോടെ കിവീസ് തോൽവി സമ്മതിക്കലിന്റെ വക്കിലെത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നേടിയിട്ടും ഇന്ത്യയെ ബാറ്റിംഗിനയച്ച ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ സാന്നറുടെ കണക്കുകൂട്ടലുകൾ കാറ്റിൽ പറത്തിയായിരുന്നു സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും വെടിക്കെട്ട് ബാറ്റിംഗിന്റെ കെട്ടഴിച്ചത്. തുടർച്ചയായ 3ാം മത്സരത്തിലും ഫോമിലേക്കേറുന്ന സഞ്ജുവിന്റെ കിഡിലൻ ബാറ്റിംഗ് തന്നെയാണ് 3ാം ലോക കിരീട നേട്ടം രാജ്യത്തിന് സമ്മാനിച്ചത്. 46 പന്തിൽ നിന്നും മലയാളി താരം നേടിയത് 89 റൺസ്. ഈ ലോകകപ്പിൽ ഫോം കണ്ടെത്താൻ വിഷമിച്ച അഭിഷേക് കലാശപ്പൊരിൽ വെടിക്കെട്ടോടെ സാന്നിധ്യം അറിയിച്ചു. 18 പന്തിൽ നിന്നും 50 അടിച്ചായിരുന്നു തകർപ്പൻ പ്രകടനം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് ബാറ്റർമാർക്ക് ഇന്ത്യയുടെ മികച്ച ബൌളിംഗിനും ഫീൽഡിംഗിനും മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. 4 ഓവറിൽ 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയും 3 സൂപ്പർ വിക്കറ്റുകൾ കൊയ്ത അക്സർ പട്ടേലും ചേർന്ന് കിവീസിന്റെ ചിറകരിഞ്ഞതോടെ പറന്നുയരാനുള്ള മോഹങ്ങൾ വിഫലമായി. ICC ടൂർണമെന്റുകളിൽ ഞായറാഴ്ചത്തെ ഫൈനൽ ജയിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ലെന്ന സങ്കടം ആർത്തിരമ്പിയ ആരാധകരെ സാക്ഷിയാക്കി ആധികാരിക ജയത്തോടെ മാറ്റിയെഴുതിയിരിക്കുകയാണ് സൂര്യകുമാർ യാദവും കൂട്ടരും.
ICC T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു. 3 തവണ ലോകകപ്പ് നേടുന്ന ഏക രാജ്യമെന്ന അഭിമാനകരമായ നേട്ടം ഇന്ത്യ കൈവരിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ ടീമിന്റെ കഴിവും നിശ്ചയദാർഢ്യവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ച് ഇറാൻ. US ഇസ്രായേൽ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മോജ്തബ ഖമനേയിയെ പുതിയ പരമോന്നത നേതാവായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. US ഇസ്രായേൽ സഖ്യം നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇറാന്റെ നിർണായക നീക്കം. എന്നാൽ പുതിയ നേതാവിനെയും വധിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കി. ഇറാൻ US സംഘർഷം ശക്തമാകുന്നതിനിടെ മേഖലയിൽ പരിക്കേറ്റ 7ാമത്തെ US സൈനികനും കൊല്ലപ്പെട്ടതായി US പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇതിനിടെ ഇറാന്റെ വ്യോമാക്രമണങ്ങളെ നിയന്ത്രിക്കുന്ന റവല്യൂഷണറി ഗാർഡ് ആസ്ഥാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. അതിനിടെ സൌദി അറേബ്യയിലെ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ടെത്തിയ ഡ്രോൺ തകർത്തതായി സൌദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഗൾഫ് മേഖലയിൽ നിന്ന് 52,000-ലധികം ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും സംഭവ വികാസങ്ങൾ ഇന്ത്യ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്നു മുതൽ ബുധനാഴ്ച വരെയുള്ള 12ാം ക്ലാസ് പരീക്ഷകൾ CBSE മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് സ്തംഭനത്തിലായ ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളിൽ ചിലത് പരിമിതമായ തോതിൽ പുനരാരംഭിച്ചുവെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് മറ്റിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഇപ്പോഴും റദ്ദാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട 12 വിമാനങ്ങളും ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 10 വിമാനങ്ങളുമാണ് ഞായറാഴ്ച റദ്ദാക്കിയത്. അതേസമയം 5 വിമാനങ്ങൾ ഇവിടെ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തിയിരുന്നു. ദുബായിക്കുള്ള എമിറേറ്റ്സ്, എയർ അറേബ്യയുടെ അബുദാബിയിലേക്കുള്ള 1 സർവീസ്, ഷാർജയിലേക്കുള്ള 3 സർവീസുകൾ എന്നിവയാണ് ഇന്നലെ നടത്തിയത്. ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട 8 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിമാന കമ്പനികൾ സർവീസുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് 50 വിമാനങ്ങൾ സർവീസ് നടത്താൻ ഇന്ത്യൻ വിമാന കമ്പനികൾ പദ്ധതിയിടുന്നതായി മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ ദുബായ്, അബുദാബി, മസ്കറ്റ്, ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്നായി 49 വിമാനങ്ങൾ ഇന്ത്യയിലെത്തി. വിമാന ടിക്കറ്റ് നിരക്കുകൾ അമിതമായി വർദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയം കർശന നിരീക്ഷണം നടത്തുന്നുണ്ട്. യാത്രക്കാർ വിമാന സമയത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 കടന്നു. എണ്ണവില 3.5 വർഷത്തിന് ശേഷം ആദ്യമായാണ് $100 കടന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിലാണ് വില വർധന. സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെ പ്രതിസന്ധി സാരമായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതിനു പുറമെ പശ്ചിമബംഗാൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കശ്മീർ, ലഡാക്ക്, ബീഹാർ, സിക്കിം, ഒഡീഷ എന്നിവിടങ്ങളിൽ മഴയ്ക്കും ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. സഭാ സമ്മേളനം അടുത്ത മാസം 2 വരെ. വിദ്യാഭ്യാസം, നൈപുണ്യം എന്നിവ സംബന്ധിച്ച ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ 3ാം തവണയും കപ്പുയർത്തി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യ. ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയത് 96 റൺസിന്. കേന്ദ്ര യുവജന കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യുവ കണക്ട് പരിപാടിയുടെ 2ാം ഘട്ടത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. US ഇസ്രായേൽ സഖ്യം നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 10ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ച് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്.
വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.